പോലും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ എങ്ങനെയാ ഒരു പാത്രം എടുത്തിട്ട് അടുപ്പത്തേക്ക് വെക്കുന്നത്? ഞാൻ എങ്ങനെയാ ഗ്യാസ് ലൈറ്റർ കത്തിക്കുന്നത്? വിരലില്ലാതെ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അമ്മ ഒരു പണി എടുക്കത്തില്ല. ഉടനെ അമ്മ പറഞ്ഞില്ല, മോളെ പൂമുഖത്ത് ഒരാളിരിക്കുന്നു, പോയി നോക്കിയേ എന്ന് പറഞ്ഞ കുട്ടിക്കറിയാം അച്ഛനാ. കുട്ടി ഓടിച്ചെന്ന് അച്ഛാ അമ്മയ്ക്ക് അമ്മയ്ക്കും എനിക്കെന്ന് പറയുമ്പോഴേക്കും അച്ഛൻ രണ്ട് കൈ കാണിച്ചു. അച്ഛന്റെ കയ്യിലുമില്ല വിരൽ. കുട്ടി ഓടി അച്ഛനെ മടി കയറിയിരുന്നു. അച്ഛനോടാണ് കുട്ടികൾ സംശയങ്ങളൊക്കെ ചോദിക്കുക. അല്ല അച്ഛാ, നമ്മുടെ വിരലൊക്കെ അവിടെ പോയി. അപ്പൊ അച്ഛനും പറഞ്ഞു, അറിയില്ല മോളെ, രാത്രി 12 മണി വരെ അച്ഛൻ്റെ കയ്യിൽ വിരലുണ്ട്. പിന്നെ കാണുന്നില്ല, രാവിലെ എണീറ്റപ്പോൾ കാണുന്നില്ല. എവിടെ പോയെന്ന് കുട്ടി ചോദിച്ചപ്പോ അച്ഛനറിയില്ല, എവിടെ പോയെന്ന് അറിയില്ല. അപ്പൊ കുട്ടിയുടെ സംശയം ചോദിച്ചു, അച്ഛാ നമുക്ക് മാത്രമാണോ വിരലില്ലാതെ? ആ അതറിയില്ല കേട്ടോ എന്ന് പറയുന്ന അച്ഛൻ അടുത്ത വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചു, അതെ മുഹമ്മദ് അവിടെ എല്ലാവർക്കും വിരലുണ്ടോ എന്ന് ചോദിച്ചു അടുത്ത വീട്ടിലേക്ക്. അപ്പൊ മുഹമ്മദ് പറഞ്ഞു, ഇല്ല സുമാരാ, രാത്രി ഉറങ്ങണവരുണ്ടേന് രാവിലെ എണീറ്റ് പൊറ്റൊന്നിനെയും കാണുന്നില്ല എന്ന് മുഹമ്മദ് മറുപടി കൊടുത്തു. ഉടനെ അച്ഛൻ ഇങ്ങോട്ട് ഇപ്പുറത്തെ വീട്ടിലേക്ക് വിളിച്ചു, ജോസഫേ അവിടെ എല്ലാവർക്കും വരുന്നുണ്ടോ? അപ്പൊ ജോസഫിന്റെ പറഞ്ഞു, ഏയ് ഇല്ലട്ടാ, ഇന്നലെ രാത്രി വരണ്ടായിരുന്നു, രാവിലെ എണീറ്റ് പൊറ്റൊന്നിനെയും കാണില്ല, എവിടെ പോയാവോ? അവിടെ ഇല്ല. അപ്പൊ സന്തോഷമായി. സാധാരണ നമ്മളിങ്ങനെ എന്താ വിളിച്ചു ചോദിക്കുക അടുത്ത വീട്ടിലേക്ക്, കറണ്ട് ഉണ്ടോ അല്ലേ? നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ നമ്മൾ ചോദിക്കുക അവിടെ കറണ്ട് ഉണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനമായി.